വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ഫൈസൽ സാഹിബ് പറഞ്ഞു അധിനിവേശത്തെ പറ്റി. ഞാൻ കൃത്യമായി പറയുന്നു, ലക്ഷദ്വീപിൽ നടക്കുന്നത് അധിനിവേശം തന്നെയാണ്. അത് സന്ദീപ് എത്ര കയർത്ത് സംസാരിച്ചാൽ ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ അധിനിവേശമാണ്, ഇൻവേഷനാണ്. എത്ര തവണ സന്ദീപ് വാര്യർ അസ്വസ്ഥനാകുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവിടെ നടക്കുന്ന ഇൻവേഷൻ തന്നെയാണ്. ബിജെപിയുടെ അജണ്ടകളെ പൊളിച്ചെടുക്കാനുള്ള കേരളത്തിലെ വാർത്താ ചാനലുകളിലെ ചർച്ചകൾ കാണാൻ വളരെ രസമാണ്. അവതാരകർക്കൊക്കെ ഇരട്ടി ആവേശവുമാണ് ചർച്ചയെ നിയന്ത്രിക്കാൻ. ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റതിഥികളുടെ അവസ്ഥയാണെങ്കിൽ ബി.ജെ.പി. നേതാക്കൾ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ട് ചിരി അടക്കിപ്പിടിച്ച് അവരുടെ വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകളെ പൊളിച്ച് കയ്യിൽ കൊടുക്കുകയും വേണം. ദിവസവും ഓരോ ചാനലുകളിലും ചർച്ചയിൽ പോയി കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങി നാണം കെടലാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാക്കളുടെ പ്രധാന പരിപാടി. മുക്കില രാജ്യത്ത് മുറിമുഖൻ രാജാവ് എന്ന് പറയുന്ന അവസ്ഥയാണ് ബി.ജെ.പിയിൽ സന്ദീപ് വാര്യരുടെയും ശ്രീജിത്ത് പണിക്കരുടെയും എല്ലാം. തേച്ചൊട്ടിക്കൽ വൈറൽ ലിസ്റ്റിൽ ഇന്ന് ഇടം പിടിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യരും മറുവശത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. വിഷയം ലക്ഷദ്വീപ് തന്നെ. ചർച്ച മുന്നോട്ട് പോകുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ സന്ദീപ് സ്ഥിരം നമ്പർ ഇറക്കി. ഏതെങ്കിലും ഒരു വാക്കിൽ കയറി പിടിച്ച് ബഹളം വെക്കുക. പക്ഷെ വിട്ടുകൊടുക്കാതെ ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിന്റെ പുലിക്കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരറ്റത്ത് നിന്ന് തുടങ്ങി. ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ ഇരിക്കുന്ന സന്ദീപ് വാര്യരെയാണ് പിന്നീട് കണ്ടത്. മാതൃഭൂമി ചർച്ചയിൽ സന്ദീപിന്റെ ആവശ്യം ലക്ഷദ്വീപിൽ അധിനിവേശം നടത്തുന്നു എന്ന് പറഞ്ഞ വാക്ക് പിൻവലിക്കണം എന്നതാണ്. ബഹളം തുടങ്ങിയ സന്ദീപ് വാര്യരുടെ മുഖത്ത് നോക്കി താൻ ഇരിക്കുന്നത് പ്രതിഷേധിക്കാൻ അറിയാവുന്ന നട്ടെല്ലുള്ള മലയാളികളുടെ പ്രതിനിധികൾക്കിടയിലാണെന്ന് തെളിയിച്ച് അധിനിവേശം എന്ന വാക്ക് പല തവണ ആവർത്തിച്ചു പറഞ്ഞാണ് രാഹുൽ മറുപടി തുടങ്ങിയത് തന്നെ. ലക്ഷദ്വീപിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ബി.ജെ.പിയുടെ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടുള്ള അധിനിവേശമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞു. ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മുസ്ലിം വംശഹത്യയും കോർപ്പറേറ്റ് സ്നേഹ പ്രകടനവുമാണെന്നുള്ള കലക്കൻ മറുപടിയും രാഹുലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അതുകൊണ്ടൊന്നും രാഹുൽ നിർത്തിയില്ല. ഇളിംഭ്യനായിരിക്കുന്ന സന്ദീപിന്റെ മുഖത്ത് നോക്കി ബി.ജെ.പിയുടെ അടുത്ത ലക്ഷ്യം കേരളമാണെന്ന് പച്ചയ്ക്ക് പറയുകയും ചെയ്തു. അതൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ അവതാരകനോട് യോജിച്ചുകൊണ്ട് ജനം ടി.വി. അവതാരകന്റെ നാക്കുളുക്കിയ ഡയലോഗാണ് രാഹുൽ അടുത്തതായി പറഞ്ഞത്. ബി.ജെ.പി. അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ 100 പ്രഫുൽ ഗോഡ പട്ടേലുമാർ വന്നാൽ പോടാ പട്ടേൽ എന്ന് മലയാളികൾ പറയുമെന്നാണ് രാഹുൽ തിരിച്ചടിച്ചത്. ഒരാവശ്യവുമില്ലാതെ പോയ പണി ഏണി വെച്ച് വാങ്ങിയ അവസ്ഥയിലായിപ്പോയി സന്ദീപ് വാര്യർ. ഈ ചർച്ചകൾ കണ്ട് മലയാളികൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും എന്തൊരു ദയനീയമാണ് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളുടെ അവസ്ഥ. ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും മണ്ടത്തരങ്ങളും കള്ളത്തരങ്ങളും വിളമ്പിയാലും മലയാളികൾ വലിച്ചു ചുമരിൽ ഒട്ടിക്കുമെന്ന് അറിഞ്ഞിട്ടും കേന്ദ്രത്തിന്റെ തോന്നിവാസങ്ങളെ എല്ലാം ന്യായീകരിക്കേണ്ടി വരുന്ന അവരുടെ ഒരു അവസ്ഥ. കർമ്മഫലം അല്ലാതെ എന്താണ് പറയേണ്ടത്? എന്തായാലും ലക്ഷദ്വീപ് വിഷയത്തിൽ കേരളം ദ്വീപ് ജനതയ്ക്ക് ഒപ്പം തന്നെയാണ്. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം പ്രമേയം പാസാക്കുകയും ചെയ്തു. പ്രതിഷേധങ്ങൾ വിജയം കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദ്വീപ് ജനതയും ഉള്ളത്. ലക്ഷദ്വീപ് വിഷയത്തിൽ കേരളം ഒറ്റക്കെട്ടായി രാജ്യത്തിന് മാതൃകയായി നിൽക്കുമ്പോൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ബി.ജെ.പി. നേതാക്കൾക്ക് വില കുറഞ്ഞ ന്യായീകരണങ്ങളും മണ്ടത്തരങ്ങളെങ്കിലും പറയാതിരുന്നുകൂടെ? മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് സ്നേഹത്തിന്റെയും ന്യൂനപക്ഷ വേട്ടയുടെയും അന്ത്യം കുറിച്ചിട്ടേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് മതേതര സമൂഹം മുന്നോട്ട് പോകുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.